പാട്രിയോട്ട് എന്ന സിനിമയുടെ 13 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. പാട്രിയോട്ട് എന്ന സിനിമ വാഷ് ഔട്ട് ആയി കഴിഞ്ഞു കംപ്ലീറ്റ് ആയിട്ട്. എന്തെങ്കിലും പടത്തിൻ്റെ ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. അതിന് പക്ഷേ ഇല്ലാതെ ഇത് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് ഡിവിഷണൽ പാട്രിയോട്ട് നമ്മുടെ മഹേഷ് നാരായൺ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമ. ലാലേട്ടൻ, മമ്മൂക്ക എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ വന്നത്. എന്തായാലും സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു ഫ്ലോപ്പിലോട്ട് പോവുകയാണ്. ഓൾമോസ്റ്റ് 130 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമേൻ്റെ കളക്ഷനാണ് നിങ്ങൾ ഈ കാണുന്ന രണ്ടാമത്തെ ആഴ്ച ആകുമ്പോൾ. എന്തായാലും നമ്മുടെ സിനിമേൻ്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് കേരളത്തിൽ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഷെയർ ആയിട്ട് 12 കോടിന് മുകളിൽ കാണുന്നുണ്ട്. ഈവൻ സിനിമേൻ്റെ കേരള ഗ്രോസ് ആണെങ്കിലും 30 കോടിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഈ അടുത്തൊന്നും അടുക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പടത്തിന് 13ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ 34.50 ലക്ഷമാണ് കാണാൻ സാധിച്ചത്. സിനിമയ്ക്ക് കഴിഞ്ഞ 11ാം ദിവസം ഓൾമോസ്റ്റ് 50 ലക്ഷം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 20 ലക്ഷത്തിന് ആബ്സെൻസ് ആണ് നമ്മൾ ഈ കാണുന്നത് ഈ സിനിമയിൽ. എന്തായാലും സിനിമേൻ്റെ കളക്ഷൻ ഡേ ബൈ ഡേ ആയിട്ട് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ അത് അതിരടി, പിന്നെ കറുപ്പ് സിനിമേൻ്റെ റിലീസ്, നമ്മുടെ ദൃശ്യം എന്ന സിനിമ. എന്തായാലും ദൃശ്യം എന്ന സിനിമയും കൂടി വന്നു കഴിഞ്ഞാൽ സിനിമേൻ്റെ കംപ്ലീറ്റ് സ്ക്രീൻസും പോകുന്നതാണ്. അപ്പോഴേക്കും സിനിമ വാഷ് ഔട്ടായി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. എന്തായാലും സിനിമ ഒരു ഫ്ലോപ്പിലോട്ട് പോവുകയാണ് നിലവിൽ. എന്തായാലും പടത്തിൻ്റെ കളക്ഷൻ ടോട്ടൽ സിനിമയ്ക്ക് 13 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 28.72 ലക്ഷമാണ്. ഇനി സിനിമേൻ്റെ ഇന്ത്യൻ ഗ്രോസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 35 കോടിയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് ഓവർസീസ് ആയിട്ട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 41 കോടിന് മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 76 കോടിന് മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പടം എന്തായാലും വളരെ ഒച്ചഴയുന്ന പോലെയാണ് എഴഞ്ഞുകൊണ്ടിരിക്കുന്നത് 80 കോടിയിലോട്ട്. അറ്റ്ലീസ്റ്റ് ഒരു 80 കോടിയെങ്കിലും പോകണം. കാരണം മമ്മൂക്കയുടെ ഏതൊക്കെ സിനിമകൾ ഫൈനലായിട്ട് എത്ര എരഞ്ഞ് പോയാലും ഒരു 80 കോടിയെങ്കിലും മിനിമം എടുക്കുന്നുണ്ട്. എന്തായാലും പാട്രിയോട്ട് എന്ന സിനിമയും അതുപോലെ 80 കോടിയിലോട്ട് പോവുകയാണ്. എന്തായാലും വലിയൊരു നഷ്ടം തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ നിർമ്മാതാവായ നമ്മുടെ ആൻഡോ ജോസഫ് പ്രൊഡക്ഷൻ ഹൗസിൽ വരാൻ പോകുന്നത് എന്തായാലും ഈ ഒരു സിനിമയിലൂടെ. അതിനേക്കാളും വലിയ നഷ്ടമാണ് ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കിട്ടാൻ പോകുന്നത്. എന്തായാലും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ എന്തായാലും സിനിമ ഓൾമോസ്റ്റ് ഫൈനലായിട്ട് ഡിസാസ്റ്റർ ഫ്ലോപ്പിലോട്ട് പോവുകയാണ്. നമ്മുടെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഈ ഒരു സിനിമ റൈറ്റ്സ് മേടിച്ചവർക്ക്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് പടത്തിൻ്റെ കൂടുതൽ കളക്ഷനായിട്ട് വരും ദിവസങ്ങൾ. എന്തായാലും പാട്രിയോട്ട് സിനിമ കണ്ടവരാണെങ്കിലും മറക്കാതെ പടത്തിന് അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്തുക. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് വരും ദിവസങ്ങളിൽ. അതിന് പക്ഷേ ഇല്ലാതെ ഇത് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ.